പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സിവിൽ പോലീസ് ഓഫീസറിന്റെ ടെസ്റ്റ് എഴുതിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ചുരുക്കപ്പട്ടിക കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നിലവിലൊരു സന്തോഷ വാർത്ത പങ്കുവയ്ക്കാനായിട്ടുണ്ട്. അങ്ങനെ കേരള PSC ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്ന യോഗ തീരുമാനത്തിൽ ഇതൊരു അരമണിക്കൂറായിട്ടേ ഉള്ളൂ വന്നിട്ട്. അപ്പൊ ഈ ഒരു യോഗ തീരുമാനത്തിൽ 7ാമത്തെ നമ്പർ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ പോലീസ് വകുപ്പിലേക്കുള്ള പോലീസ് കോൺസ്റ്റബിൾ APB അല്ലെങ്കിൽ ആംഡ് പോലീസ് ബറ്റാലിയനിലേക്കുള്ള നമ്മുടെ കാറ്റഗറി നമ്പർ 530/2019 ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു വാർത്ത തന്നെയാണ് കുറെ നാളുകൾക്ക് ശേഷം ഈ ഒരു യോഗ തീരുമാനത്തിൽ നിന്ന് കാണാനായിട്ട് കഴിയുന്നത് അല്ലെ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ബാക്കി ഏതൊക്കെ പോസ്റ്റുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇന്ന് നടന്നിട്ടുണ്ടായിരുന്ന യോഗ തീരുമാനത്തിനകത്ത് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പറയുന്നത് കുറച്ചധികം അഭിമുഖങ്ങൾ നടത്തുന്നു എന്നാണ്. അതിനകത്ത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ടെക്നീഷ്യന്മാരുടെ അഭിമുഖങ്ങൾ നടത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാനായിട്ട് പോകുന്നു എന്ന് പറയുന്നുണ്ട്. അതിനകത്താണ് നമ്മുടെ CPO അല്ലെങ്കിൽ നമ്മുടെ ആംഡ് പോലീസ് ബറ്റാലിയനിലേക്കുള്ള ചുരുക്കപ്പട്ടിക വരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് പറയുന്നത് കോളേജ് വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസറാണ്. രണ്ടാമത് കോളേജ് വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ട്രെയിനിങ് കോളേജുകളിലേക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ മാത്തമാറ്റിക്സ്. ആദ്യം പൊളിറ്റിക്കൽ സയൻസിൻ്റെതായിരുന്നു. മൂന്നാമത് പറയുന്നത് ഗവൺമെന്റ് അതുപോലെ അനലിറ്റിക്കൽ ലബോറട്ടറിയിലേക്കുള്ള മൈക്രോബയോളജിസ്റ്റ്. അതുപോലെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ആർട്ടിസ്റ്റ് ഫോട്ടോഗ്രാഫർ. ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിലേക്കുള്ള റിപ്പോർട്ടർ ഗ്രേഡ് 2. അതുപോലെ തന്നെ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലേക്കുള്ള വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ഹൈസ്കൂൾ അസിസ്റ്റന്റ്. അതുപോലെ ട്രാവൻകൂർ ടൈറ്റേനിയം പ്രോഡക്റ്റ് ലിമിറ്റഡിലേക്കുള്ള അസിസ്റ്റന്റ് കെമിസ്റ്റ്. അതുപോലെ കേരള സെറാമിക് ലിമിറ്റഡിലേക്കുള്ള വർക്കേഴ്സ് അസിസ്റ്റന്റ്. അതുപോലെ മറ്റൊരു പോലീസിന്റെ ലിസ്റ്റ് കൂടി വരുന്നുണ്ട്. പോലീസ് വകുപ്പിലേക്കുള്ള അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറിന്റെ പട്ടിക വർഗത്തിൻ്റെതാണ്. നേരത്തെ പട്ടിക ജാതിയുടേതൊന്നും വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. അതിന്റെ ഒരു റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ പോലീസ് വകുപ്പിലേക്കുള്ള അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറിന്റെ പട്ടിക വർഗത്തിന്റെ കാറ്റഗറി നമ്പർ 499/2020 ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ലാൻഡ് റവന്യൂ വകുപ്പിലേക്കുള്ള തഹസിൽദാർ സീനിയർ സൂപ്രണ്ട്. ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ലിമിറ്റഡിലേക്കുള്ള ടൈപ്പിസ്റ്റ് ക്ലർക്കിന്റെയൊക്കെ ചുരുക്കപ്പട്ടികകൾ വരാനായിട്ട് പോകുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സാധ്യതാ പട്ടികകൾ വരാനായിട്ട് പോകുന്നു എന്ന് പറയുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള മോർച്ചറി ടെക്നീഷ്യൻസ് ഗ്രേഡ് 2. അതുപോലെ തന്നെ വിവിധ ജില്ലകളുടെ വിവിധ വകുപ്പിലേക്കുള്ള ക്ലർക്ക് ടൈപ്പിസ്റ്റ് ക്ലർക്ക്. അതുപോലെ ഓവർസീസ് ഡെവലപ്മെന്റ് ആൻഡ് എംപ്ലോയീസ് പ്രൊമോഷൻ കൺസൾട്ടൻസ്. ഇവരുടെയൊക്കെ സാധ്യതാ പട്ടികകൾ വരാനായിട്ട് പോകുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ അല്ലെങ്കിൽ OMR പരീക്ഷ നടത്താനായിട്ട് പോകുന്നത് കുറച്ചധികം തസ്തികകളിലേക്കുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കുള്ള ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന വകുപ്പിലേക്കുള്ള ഓൺലൈൻ OMR പരീക്ഷകളാണ് നടത്താനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞിട്ട് പുതിയ വിജ്ഞാപനങ്ങളാണ് വരാനായിട്ട് പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരാനായിട്ട് പോകുന്നത് ജനറൽ സംസ്ഥാന തലത്തിലേക്കുള്ള ചീഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡിവിഷൻ. അതുപോലെ ലെക്ചർ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ലെക്ചർ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. അതുപോലെ പൊതുമരാമത്ത് വകുപ്പിലേക്കുള്ള 1ാം 2ാം ഗ്രേഡ് ഓവർസിയർ, ക്ലർക്ക് എന്നിവരിൽ നിന്നുള്ള നേരിട്ടുള്ള നിയമനം, കെമിക്കൽ ഇൻസ്പെക്ടർ, ടെക്നീഷ്യൻ അസിസ്റ്റന്റ് കെമിക്കൽ, അതുപോലെ തന്നെ സീനിയർ ഡ്രില്ലർ പോലുള്ള ഒരുപാട് തസ്തികകളിലേക്കുള്ള വിജ്ഞാപനങ്ങൾ നിലവിൽ ഇപ്പോൾ ജനറൽ തലത്തിലേക്ക് വരുന്നുണ്ട്. അതുപോലെ ജനറൽ ജില്ലാ തലത്തിലേക്ക് നിലവിൽ വരാനായിട്ട് പോകുന്നത് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ, LPS. അതേപോലെ തന്നെ ടീച്ചർമാരുടെ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2, വർക്ക് സൂപ്രണ്ടന്റ്, അങ്ങനെ ഹിന്ദിയിലെ ഹൈസ്കൂൾ ടീച്ചർ, ഇലക്ട്രീഷ്യൻ പോലുള്ള തസ്തികകളിലേക്കുള്ള ജനറൽ ജില്ലാതലം വരുന്നുണ്ട്. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വരാനായിട്ട് പോകുന്നത് സ്റ്റോർ അറ്റൻഡർ പട്ടികജാതി പട്ടികവർഗത്തിൻ്റെതാണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലത്തിലെ സംസ്ഥാന തലത്തിൻ്റെതാണ്. ജില്ലാ തലത്തിലേതാണെങ്കിൽ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 എന്ന് പറയുന്ന പോസ്റ്റാണ് നിലവിൽ വരാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് നിലവിൽ ഇപ്പോൾ NCA റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലം, അതുപോലെ NCA റിക്രൂട്ട്മെന്റ് ജില്ലാ തലം പോലുള്ള ഒരുപാട് കാറ്റഗറീസ് വരുന്നുണ്ട്. അപ്പോൾ PDF നമ്മുടെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആയിരിക്കും. ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, ജസ്റ്റ് ടെലഗ്രാം ചാനൽ ഒന്ന് ജോയിൻ ചെയ്യുക. അതിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്തായാലും കുറച്ച് നാളുകൾക്ക് ശേഷം വളരെ നല്ല കുറച്ച് അപ്ഡേറ്റുകളാണ് നമുക്കിപ്പോൾ കേരള PSCയുടെ ഈ ഒരു യോഗ തീരുമാനത്തിനകത്ത് നിന്ന് കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ 10th ലെവൽ പ്രിലിംസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് 5ാമത്തെ ഫേസിൽ പ്രശ്നങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ആ വീഡിയോ കാണുക. ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിലൊന്ന് പിൻ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ നോട്ടിഫിക്കേഷൻ ഒക്കെ ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.